PSC ട്രെയിനർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കെമിസ്ട്രിയാണ്, രസതന്ത്രം, അതിൽ ആറ്റത്തിൻ്റെ ഘടനയും എന്ന വിഷയത്തെക്കുറിച്ചാണ്. LGSൻ്റെ ഒരു സയൻസിനകത്തുള്ളൊരു പ്രധാന ഒരു സബ്ജക്റ്റാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. എന്താണ് ആറ്റം എന്ന് പറഞ്ഞാൽ? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്ക് ആറ്റമോസ്. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്കാണ് ആറ്റമോസ്. ആറ്റമോസ് എന്ന പദത്തിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റമോസ് എന്ന പദത്തിന് അർത്ഥം. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡാണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡാണ്. ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ് ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത്. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവാണ് ഡെമോക്രിറ്റസ്. ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവാണ് ഡെമോക്രിറ്റസ്. ഒരു ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളാണ് പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്. ഒരു ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ആറ്റം കണ്ടെത്തിയ വ്യക്തിയാണ് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടനാണ് ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ജോൺ ഡാൾട്ടൺ. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ജോൺ ഡാൾട്ടൺ. വർണ്ണാതത എന്ന രോഗത്തിന് അടിമയായിരുന്ന രസതന്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. വർണ്ണാതത എന്ന രോഗത്തിന് അടിമയായിരുന്ന രസതന്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. അടുത്ത് നമ്മൾ ആറ്റം മോഡലുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് J.J. തോംസൺ ആണ്. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ച വ്യക്തിയാണ് J.J. തോംസൺ. J.J. തോംസൻ്റെ ആറ്റം മോഡലുകൾ അറിയപ്പെട്ട പേരുകളാണ് പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ, വാട്ടർ മെലൺ മോഡൽ. അപ്പം J.J. തോംസൻ്റെ ആറ്റം മോഡൽ അറിയപ്പെട്ട പേരുകളാണ് പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ, വാട്ടർ മെലൺ മോഡൽ. സൗരയുധ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. സൗരയുധ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിൻ്റെ ബോർ മോഡൽ തയ്യാറാക്കിയ വ്യക്തിയാണ് നീൽസ് ബോർ. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിൻ്റെ ബോർ മാതൃക തയ്യാറാക്കിയ വ്യക്തിയാണ് നീൽസ് ബോർ. ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയനാണ് കണാദമുനി. ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയനാണ് കണാദമുനി. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് കണാദമുനിയാണ്. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് കണാദമുനി. പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദമുനി. പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദമുനി. അടുത്ത നമ്മൾ സർ ഹംഫ്രി ഡേവിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം എന്നീ ലോഹങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം എന്നീ ലോഹങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. ക്ലോറിന് പേര് നൽകിയ വ്യക്തിയാണ് ഹംഫ്രി ഡേവി. 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഗോൾഡ് സ്റ്റെയിൻ. 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഗോൾഡ് സ്റ്റെയിൻ. പ്രോട്ടോൺ കണ്ടെത്തിയ
വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെയിംസ് ചാഡ്വിക്. അടുത്തത് പ്രഫുല്ല ചന്ദ്ര റേ. ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രഫുല്ല ചന്ദ്ര റേ. ഇന്ത്യയിലെ ആദ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സ്ഥാപകനാണ് പ്രഫുൽ ചന്ദ്ര റേ. ഇന്ത്യയിലെ ആദ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ബംഗാൾ ഫാർമസ്യൂട്ടിക്കലിൻ്റെ സ്ഥാപകനാണ് പ്രഫുൽ ചന്ദ്ര റേ. ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവാണ് പ്രഫുൽ ചന്ദ്ര റേ. ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവാണ് പ്രഫുൽ ചന്ദ്ര റേ. പ്രഫുൽ ചന്ദ്ര റേയുടെ ആത്മകഥയാണ് ഒരു ബംഗാളി രസതന്ത്രത്തിൻ്റെ ജീവിതവും അനുഭവങ്ങളും. ഒരു ബംഗാളി രസതന്ത്രത്തിൻ്റെ ജീവിതവും അനുഭവങ്ങളുമാണ് പ്രഫുൽ ചന്ദ്ര റേയുടെ ആത്മകഥ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആവേശം പകർന്ന റേയുടെ രചനയാണ് ഹിന്ദു രസതന്ത്രത്തിൻ്റെ ചരിത്രം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആവേശം പകർന്ന രചനയാണ് പ്രഫുൽ ചന്ദ്ര റേയുടെ രചനയാണ് ഹിന്ദു രസതന്ത്രത്തിൻ്റെ ചരിത്രം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ കേന്ദ്ര ഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ കേന്ദ്ര ഭാഗം എന്നറിയപ്പെടുന്ന ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണ്, ന്യൂട്രോണ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണ്, ന്യൂട്രോണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജില്ല. ന്യൂക്ലിയസിൻ്റെ ചാർജാണ് പോസിറ്റീവായിരിക്കും. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവായിരിക്കും. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോണാണ്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ന്യൂക്ലിയോൺ. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ന്യൂക്ലിയോൺ. ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? 10⁵ മടങ്ങ് വലുതാണ്. ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ 10⁵ മടങ്ങ് വലുതാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതമാണ് 1836:1. ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതമാണ് 1836:1. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അടുത്ത നമുക്ക് ഏണസ്റ്റ് റൂദർഫോർഡിനെ കുറിച്ച് പരിചയപ്പെടാം. ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയ വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയ വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോണുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതും റൂദർഫോർഡാണ്. പ്രോട്ടോണുകൾ കണ്ടെത്തിയ വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. അതുപോലെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോണുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. സൗരയുദ്ധ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. സൗരയുദ്ധ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. 1908 ഇദ്ദേഹത്തിന് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചു. 1908 ഇദ്ദേഹത്തിന് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചു. അടുത്തത് നമ്മൾ ഇലക്ട്രോണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇലക്ട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ജെ തോംസൺ. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.109 × 10⁻³ kg ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് 9.109 × 10⁻³ kg. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.602 × 10⁻⁹. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.602 × 10⁻⁹ കൂളോമാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയ വ്യക്തിയാണ് മില്ലിക്കൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയ വ്യക്തിയാണ് മില്ലിക്കൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതമാണ് ജെ തോംസൺ
കാഥോഡ് റേ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി. ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയ വ്യക്തിയാണ് ജെ തോംസൺ. കാഥോഡ് റേ പരീക്ഷണത്തിലൂടെയാണ് ഇദ്ദേഹം കണ്ടെത്തിയത്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നതാണ് ഇലക്ട്രോണുകളാണ്. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ. ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വെച്ചത് ലൂയിസ് ഡി ബോർഗ്ലിയാണ്. ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ലൂയിസ് ഡി ബോർഗ്ലി. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോർജ് ജോൺ സ്റ്റോയി ആണ്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ജോർജ് ജോൺ സ്റ്റോയി ആണ്. അടുത്ത നമ്മൾ പ്രോട്ടോണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിൻ്റെ മാസ് 1.6726 × 10⁻⁻27 kg ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രോട്ടോണാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അടുത്ത നമ്മൾ ന്യൂട്രോണെ കുറിച്ചാണ് പഠിക്കുന്നത്. ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ജെയിംസ് ചാഡ്വിക്ക്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തി ജെയിംസ് ചാഡ്വിക്കാണ്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ. ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറയ്ക്കുന്നതാണ് ന്യൂട്രോണിൻ്റെ എണ്ണം. മൗലിക കണങ്ങൾക്ക് പുറമെ ആറ്റത്തിൻ്റെ കണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സൂക്ഷ്മ കണികകളാണ് മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോണിൻ. മൗലിക കണങ്ങൾക്ക് പുറമെ ആറ്റത്തിൻ്റെ കണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സൂക്ഷ്മ കണങ്ങളാണ് മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ. എന്താണ് പോസിട്രോൺ നമുക്ക് നോക്കാം. പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടികളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് പോൾ ഡിറക്. ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് ആകുമ്പോൾ നെഗറ്റീവ്, അപ്പോൾ അതിൻ്റെ വിപരീത ചാർജ് പോസിറ്റീവ് ഉള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ് കാൾ ആൻഡേഴ്സൺ. പോസിട്രോണിൻ്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 11. PET എന്നാണ് പറയുന്നത്. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 11. പോസിട്രോണിൻ്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി PET ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 11. അടുത്ത നമുക്ക് ആൻറ്റി പ്രോട്ടോണിനെ കുറിച്ച് പഠിക്കാം. പ്രോട്ടോണിന് തുല്യം മാസുള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങളാണ് ആൻറ്റി പ്രോട്ടോൺ. ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ചേംബർലെയിൻ സെഗ്രെയിൻ. അടുത്താണ് നമ്മൾ ആൻറ്റി ന്യൂട്രോൺ. ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ബ്രൂസ് കോർക്ക്. ഇനി നമുക്ക് ആറ്റത്തിൻ്റെ ചില കണ്ടുപിടുത്തങ്ങൾ നോക്കാം.
ഇലക്ട്രോൺ കണ്ടെത്തിയ ജെ തോംസൺ, പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്, ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക്, പോസിട്രോൺ കണ്ടെത്തി കാൾ ആൻഡേഴ്സൺ, ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തി ചേംബർലൈന് സെഗ്രെ ഇന്ന്, ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയ ബ്രൂസ് കോർക്ക്. പിന്നെന്താണ് ഷെല്ല്, സബ്ഷെല്ല്. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത അറിയപ്പെടുന്ന പേരാണ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാതയെ അറിയപ്പെടുന്ന പേരാണ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ. ഓരോ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ 2n² എന്ന ഇക്വേഷനാണ്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളെ കണ്ടെത്തുന്ന ഇക്വേഷനാണ് 2n². ഷെല്ലിൻ്റെ ആകൃതി അല്ലെങ്കിൽ ഓർബിറ്റലിൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിലായിരിക്കും ഈ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റൽ കാണപ്പെടുന്നത്. ഓർബിറ്റൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്ന KLMN ഷെല്ലുകൾ. KLMN ഷെല്ലുകളാണ്. ഒരു ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും സാധ്യമായുള്ള പ്രദേശമാണ് ഷെല്ലുകൾ. ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്ന പ്രദേശമെന്ന് പറയുന്ന പേരാണ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ. ഓർബിറ്റലിന് പല ആകൃതികളുണ്ട്. ഒരു ഓർബിറ്റലിൻ്റെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ഒരു ഓർബിറ്റലിൽ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ഓർബിറ്റലിലുള്ളതിന് സബ്ഷെല്ലുണ്ട്. സബ്ഷെൽ എന്ന് പറഞ്ഞാൽ SPADF ആണ് സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഇതാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്നുള്ള ഭാഗത്തു നിന്നുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയും നമുക്ക് അടുത്ത ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.